മലയാളി വൈദികൻ ജോർജ് കൂവക്കാടിന്റെ കർദിനാൾ അഭിഷേകം ജന്മനാടായ ചങ്ങനാശ്ശേരി മാമൂട്ടിൽ ഇടവകാംഗങ്ങൾക്ക് ഇത് അഭിമാനത്തിന്റെ നിമിഷമാണ്. സ്ഥാനാരോഹണ ചടങ്ങുകൾ തത്സമയം കാണാൻ നിരവധി വിശ്വാസികളാണ് എത്തിയിരുന്നത്. പടക്കം പൊട്ടിച്ചും മധുരം വിതരണം ചെയ്തുമാണ് ജോർജ് കൂവക്കാടിന്റെ ഇടവകയായ ലൂർദ് മാതാ ദേവാലയത്തിൽ വിശ്വാസികൾ ആഘോഷിച്ചത്. ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യമായ അങ്ങ് വത്തിക്കാനിൽ സ്ഥാനാരോഹണ ചടങ്ങുകൾ പുരോഗമിക്കുമ്പോൾ ഇങ്ങ് കൊച്ചു കേരളത്തിലെ ഈ മാമൂട് ലൂർദ് പള്ളിയിലും അതിൻ്റെ സന്തോഷത്തിന് യാതൊരു കുറവുമുണ്ടായിരുന്നില്ല. ഇടവകാംഗങ്ങൾ ഒന്നടക്കം ഇവിടെ എത്തി ചടങ്ങുകൾ TV-യിലൂടെ വീക്ഷിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഇവിടെ ഒരുക്കിയിരുന്നു. ഇപ്പോൾ ഈ ഇടവകയിലെ വൈദികൻ നമുക്കൊപ്പം ചേരുകയാണ്. വളരെയധികം സന്തോഷമുണ്ടോ? വളരെ സന്തോഷമുണ്ട്. മാമൂട് ലൂർദ് മാതാ ഇടവകയുടെ അംഗമായ ആർച്ച് ബിഷപ്പ് ജോർജ് കൂവക്കാടിനെ ഇന്ന് കർദിനാൾമാരുടെ നിരയിലേക്ക് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഉയർത്തിയിരിക്കുകയാണ്. ഇത് വലിയൊരു അനുഗ്രഹമാണ്, ഈ ഇടവകയ്ക്കൊരു ഭാഗ്യമാണ്. അദ്ദേഹത്തെ അടുത്തറിയാവുന്ന മാർപ്പാപ്പ അദ്ദേഹത്തിൻ്റെ നന്മകളും അദ്ദേഹത്തിന് ഇതുവരെയുള്ള സേവനവും ഒക്കെ പരിഗണിച്ചാണ് അദ്ദേഹത്തെ ഇത്രയും വലിയൊരു ഉന്നത പദവിയിലേക്ക് ഉയർത്തിയിരിക്കുന്നത്. ഇനിയും അദ്ദേഹത്തിന് വലിയ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കും. കാരണം കർദിനാൾ എന്ന രീതിയിൽ ഇനി 23 വർഷങ്ങൾ കൂടി അദ്ദേഹത്തിൻ്റെ സേവനപാതയിലുണ്ട്. ആ 23 വർഷങ്ങളിൽ സാർവത്രിക സഭയ്ക്കും സീറോ മലബാർ സഭയ്ക്കും ഏറെ നന്മ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുമെന്നുള്ള സംശയമില്ല. അതുപോലെ തന്നെ അദ്ദേഹത്തോട് പ്രത്യേകമായിട്ട് പൗരസ്ത്യ സഭയുടെ പാരമ്പര്യങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോകണമെന്ന് പരിശുദ്ധ പിതാവ് ഓർമ്മപ്പെടുത്തി. ഇന്ന് അദ്ദേഹത്തിന് നൽകിയ അധികാര ചിഹ്നങ്ങളും അതിൻ്റെ അടയാളമായിട്ടാണ്. ബാക്കിയുള്ള ലത്തീൻ സഭയിലെ കർദിനാളന്മാർക്ക് പ്രത്യേകമായ ഒരു തരത്തിലുള്ള തൊപ്പി കൊടുത്തപ്പോഴത്തേക്ക് പ്രത്യേകിച്ച് പൗരസ്ത്യ സഭയുടെ ആ ക്രമമനുസരിച്ച് ജീവിക്കാനായിട്ട് പ്രബോധനം നൽകിയ പരിശുദ്ധ പിതാവ് അദ്ദേഹത്തിന് കൊടുത്ത തൊപ്പിയും പൗരസ്ത്യ ക്രമമനുസരിച്ചുള്ള ഒരു തൊപ്പിയാണ്. അദ്ദേഹത്തിൻ്റെ വേഷവിധാനങ്ങളും അതുതന്നെയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ആ രീതിയിൽ പൗരസ്ത്യ സഭാ പാരമ്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് സാർവത്രിക സഭയെ ധന്യമാക്കാനും സീറോ മലബാർ സഭയ്ക്ക് കൂടുതൽ ധന്യത പകരുവാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കും. അതുപോലെ തന്നെ അത് സീറോ മലബാർ സഭാംഗങ്ങൾക്കും വലിയൊരു പ്രബോധനമാണ് നൽകപ്പെട്ടത്. സഭയുടെ പാരമ്പര്യങ്ങൾ നന്നായിട്ട് പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്ന്. അത് ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്ക് അതിൽ അഭിമാനമുണ്ട്. കാരണം ചങ്ങനാശ്ശേരി അതിരൂപതയെ ധീരമായി നയിച്ച മാർ ജോസഫ് പൗത്തിൽ പിതാവാണ് ഈ കൂവക്കാട്ട് പിതാവിനെ സെമിനാരിൽ എടുത്തതും വൈദിക പട്ടം നൽകിയതും ഉന്നത പഠനത്തിനായിട്ട് റോമിലേക്ക് അയച്ചതുമൊക്കെ. അപ്പം അദ്ദേഹം സഭയെ സ്നേഹിക്കാനും സഭയുടെ നല്ല സന്താനങ്ങളായി സഭാധികാരത്തെ അംഗീകരിച്ചുകൊണ്ട് സഭയുടെ ശുശ്രൂഷകരായി സേവനം ചെയ്യാനായിട്ടുമുള്ള പ്രചോദനമാണ് എല്ലായ്പ്പോഴും നടന്നിരുന്നത്. അതുകൊണ്ട് സഭയെ സ്നേഹിക്കുവാനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ശക്തമായ ആഹ്വാനം ഒരിക്കൽ കൂടി ഉറപ്പിക്കാനായിട്ട് ഈ തിരുക്കർമ്മങ്ങൾ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതിലും ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. കുട്ടികൾ ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ ഈ പരിപാടി വീക്ഷിക്കാൻ ഇവിടെ ഉണ്ടായിരുന്നു. കുരുന്നുകളോട് നമുക്ക് ചോദിക്കാം, ഈ നിമിഷത്തിൽ വലിയ സന്തോഷം തോന്നുന്നുണ്ടോ? ഉണ്ട്, വലിയ സന്തോഷമുണ്ട്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ സന്തോഷം തോന്നുന്നത്? കാരണം നമ്മുടെ ഇടവകയിൽ ലോകം മുഴുവൻ അറിയുന്ന ഇടവകയായി തീർന്നതിന്. അതായത് ഈ പിതാവിലൂടെ ലോകം മുഴുവൻ അറിയുന്ന ഇടവകയായി, അതുകൊണ്ട് ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. നേരിട്ട് കണ്ടിട്ടുണ്ടോ പിതാവിനെ ഇതിനു മുന്നേ? ഉണ്ട്. സംസാരിച്ചിട്ടുണ്ടോ? സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തോ പറയുമായിരുന്നു? അറിയത്തില്ല. എന്ത് തോന്നുന്നു ഈ നിമിഷം? വളരെ സന്തോഷം. വളരെ സന്തോഷമുണ്ട്. മോനെന്ത് തോന്നുന്നു? വളരെ സന്തോഷം തോന്നുന്നുണ്ട്. പരിപാടിയൊക്കെ നേരിട്ട് TV കണ്ടോ? കണ്ടോ? എനിക്ക് ഭയങ്കര അഭിമാനം തോന്നുന്നു. പിന്നെ മനസ്സിൽ ഭയങ്കര സന്തോഷം കൊണ്ട് എഴുന്നേറ്റ് നിൽക്കുക. നല്ല സന്തോഷമുണ്ട്. എന്നെ പറയണ്ടെന്ന് അറിയത്തില്ല. മനസ്സിന് നിറയെ സന്തോഷം, നല്ല സന്തോഷമുണ്ട്. എന്ത് തോന്നുന്നു ചേട്ടാ? വളരെ സന്തോഷം, അഭിമാന നിമിഷമാണ്. ഞങ്ങൾക്ക് നേരിട്ട് വത്തിക്കാനിൽ പോകാൻ പറ്റിയില്ലേ പോലും ഞങ്ങൾ ഇടവക സമൂഹം ഒന്നായി ചേർന്ന് ബിഗ് സ്ക്രീനിൽ ഈ പരിപാടികൾ വീക്ഷിച്ചുകൊണ്ട് ഇടവജനത്തോട് ഒന്ന് ചേർന്ന് ഈ സന്തോഷ നിമിഷത്തിൽ ഞങ്ങൾ പങ്കുചേർന്നു. എന്തായാലും ഇടവകയെ സംബന്ധിച്ചും കേരളത്തിലെ കത്തോലിക്ക സഭയെ സംബന്ധിച്ചും ഇന്ത്യയിലെ സഭയെ സംബന്ധിച്ചും ഇതൊരു ചരിത്ര നിമിഷം തന്നെയാണ്. വൈദികനായിരുന്ന ഒരാൾ നേരിട്ട് കർദിനാൾ പദവിയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ആ സന്തോഷം ഇരട്ടി മധുരം നൽകുന്നത്. ക്യാമറമാൻ സാംജിത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.